തൃക്കാക്കര പോലീസ് 531/2025 ഇന്ന് പുലർച്ചെ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ യുവതി നൽകിയിരിക്കുന്ന മൊഴിയോ അല്ലെ പരാതിയുടെ വിശദാംശങ്ങളും ഇങ്ങനെയാണ്. 2021 ഓഗസ്റ്റ് മാസത്തിലാണ് വേടനുമായി പരിചയപ്പെടുന്നത്. വേടന്റെ ചില ആൽബങ്ങളും പാട്ടുകളും ഒക്കെ കണ്ട ഇൻസ്റ്റാ പേജിലൂടെ താൻ വേടന് ഒരു മെസ്സേജ് അയക്കുകയായിരുന്നു. വേടന്റെ ചില അഭിമുഖങ്ങളിലെ തിരുത്തലുകളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടായിരുന്നു താൻ മെസ്സേജ് അയച്ചത്. അതൊരു പരിചയമായി തന്നോട് പരിചയപ്പെടണം എന്നാവശ്യപ്പെട്ടു. അതനുസരിച്ച് 2021 ഓഗസ്റ്റ് മാസം ഉച്ചയ്ക്ക് 1 മണിക്ക് കോഴിക്കോട് താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് വേടൻ വന്നു. അവിടെ അന്ന് തറയിൽ ഒരു ബെഡിട്ടാണ് ഇരുന്നത്. അവിടെ വെച്ച് തന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നു. ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്റെ അനുമതിയില്ലാതെ തന്നെ ചുംബിച്ചു എന്നുള്ളതാണ് ഈ യുവതി പരാതിയിൽ പറയുന്നത്. അതിനുശേഷം അതൊരു ബലാത്സംഗത്തിലേക്ക് പോയി. തുടർന്ന് 3 ദിവസം തന്നോടൊപ്പം അന്ന് വേടൻ അവിടെ താമസിച്ചു. മാത്രമല്ല ഇത്തരത്തിൽ പിന്നീട് 5 സന്ദർഭങ്ങളിലായി തന്നെ ഇത്തരത്തിൽ വേടൻ പീഡിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് അതിജീവിതയുടെ മൊഴി, അതായത് നമ്മുടെ ഡോക്ടറുടെ മൊഴി. വേടന്റെ പാട്ടുകൾ കണ്ട് വേടനോട് ഒരു താല്പര്യം തോന്നി വേടന് മെസ്സേജ് അയക്കുകയാണ്. അങ്ങനെ ഒരു സൗഹൃദത്തിലാവുകയാണ്. ചേച്ചി അങ്ങോട്ടേക്ക് മെസ്സേജ് അയക്കുകയാണ്. പെട്ടെന്നൊരു ദിവസം ഡോക്ടറെ വീട്ടിലോട്ട് വേടൻ ഇംപ്രസ്ഡ്, ചേച്ചി ഇംപ്രസ്ഡ് ബിക്കോസ് വേടൻ ദ റാപ്പർ. പെട്ടെന്ന് ചേച്ചി അറിയാതെ വേടൻ ചേച്ചി ചുംബിക്കുന്നു. മോനെ ചേച്ചി അറിഞ്ഞില്ല. ആ ചുംബനം കിട്ടിയ സമയത്ത് ചേച്ചി ചുറ്റുമുള്ളതൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ 3 ദിവസം ചേച്ചി വേടനപ്പുറം കഴിഞ്ഞു. അതേത് ചുംബനാ വേടാ നീ കൊടുത്തേ? അത് വീണ്ടും കിട്ടാൻ വേണ്ടി 5 സ്ഥലങ്ങളിൽ വേടനും ചേച്ചിയായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ഇത് തുടർന്നു അല്ലേ. ഫസ്റ്റ് ഇംപ്രഷൻ കൊണ്ടാണോ എന്നറിയില്ല, അല്ലെങ്കിൽ ഫസ്റ്റ് കിസ് കൊണ്ടാണോ എന്നറിയില്ല. ചേച്ചിക്ക് താല്പര്യം തോന്നിയത് കൊണ്ടാണോ അല്ലെങ്കിൽ വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല. ചേച്ചി വേടന് പൈസയൊക്കെ കൊടുത്ത് അങ്ങ് സഹായിച്ചു. ഇപ്പം നോക്കുമ്പോൾ പീഡനമായി. പീഡിപ്പിച്ചതിനാണോ പൈസ കൊടുത്തത്? എന്തിനാണോ ചേച്ചി കൊടുത്തത്? ഇതൊക്കെ നല്ല ഇലയിട്ട് പുളിശ്ശേരി ഇട്ട് അച്ചാറിട്ട് പപ്പടം ഇട്ട് കൂട്ടുകറിയും കൂടി ഇട്ട് അടിച്ച് കയറ്റി 5 വിരലും ഈമ്പിട്ട്